വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നതിലെ സൈഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, വൈ ഡസ് ദ സൈറ്റ് ഓഫ് ദി ഓൾഡ് മാൻ ഫ്രൈറ്റൻ പെലായോ? എന്തുകൊണ്ടാണ് വൃദ്ധനെ കണ്ട സമയത്ത് പെലായോ ഞെട്ടിയത്? Pelayo saw an old man in the rear of his courtyard. The presence of enormous wings on the man's body frightened him. തൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് പെലായോ ഒരു വൃദ്ധനെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണപ്പെട്ട വലിയ ചിറകുകളാണ് പെലായോയെ ഭയപ്പെടുത്തിയത്. Why was the old man unable to get up? വൃദ്ധൻ എഴുന്നേൽക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? The old man tried to get up, but his large wings, covered in mud, hindered his efforts. അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചു, എങ്കിലും ചെളിയിൽ പുതഞ്ഞ ചിറകുകൾ അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ വിഫലമാക്കി തീർത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആദ്യം പെലായോയെ കണ്ടപ്പോൾ എഴുന്നേൽക്കാൻ പറ്റാതിരുന്നത്. ഇവിടെ ഹിൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രിവെൻറ്റ് എന്നാണ്. The couple consider the old man a lonely castaway. Why? പെലായോയും എലിസൻ്റെയും ആ വൃദ്ധനായ മനുഷ്യൻ ഒരു കപ്പലപകടത്തിൽപ്പെട്ട് തീരത്തടിഞ്ഞതാവാം എന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് അവരങ്ങനെ വിചാരിച്ചത്? The old man was found in their courtyard during a storm. He was confused and unable to communicate in their language, leading them to believe he was a castaway. ഒരു കൊടുങ്കാറ്റിൻ്റെയൊക്കെ ഒരു സമയത്താണ് ഈ വൃദ്ധനെ ഇവർ കണ്ടെത്തുന്നത്. അദ്ദേഹം വളരെയധികം കൺഫ്യൂസ്ഡും പിന്നെ അവർക്കറിയാത്തൊരു ഭാഷയിൽ ഇവരോട് സംസാരിച്ചതും ഒക്കെ വിചാരിച്ചപ്പോൾ അദ്ദേഹം ഒരു കാസ്റ്റവേ ആയിരിക്കാം എന്നവർ തീരുമാനിച്ചു. Why was the neighbor woman sure that the old man was an angel? വന്നിരിക്കുന്ന മനുഷ്യനൊരു മാലാഖ തന്നെയാണ് എന്ന് അയൽക്കാരി എന്തുകൊണ്ടാണ് ഉറപ്പ് പറഞ്ഞത്? She had no doubt that he was an angel because wings were the special features of angels from heaven. ഈ സ്വർഗത്തിലെ മാലാഖമാർക്കൊക്കെയുള്ളൊരു സവിശേഷതയാണ് വലിയ ചിറകുകൾ. അതുകൊണ്ട് തന്നെ വന്നിരിക്കുന്നത് ഒരു മാലാഖയാണെന്ന് ആ ചിറകുകൾ കണ്ടുകൊണ്ടാണ് അയൽക്കാരി സ്ഥിരീകരിച്ചത്. Why did Pelayo arm himself with a club? പെലായോ ഒരു ക്ലബ്ബ് മേന്തി, ക്ലബ്ബ് എന്നാൽ ഇവിടെ വടിയെന്നാണ് അർത്ഥം, ഈ വടിയുമേന്തി ഇരുന്നതിന് കാരണമെന്ത്? പെലായോയുടെയും എലിസൻ്റെയുടെയും കുട്ടിക്ക് വേണ്ടിയാണ് ഏഞ്ചൽ വന്നിരിക്കുന്നതെന്ന് അയൽക്കാരി പറഞ്ഞിരുന്നു. The neighbor woman told that the angel was here for their child. He armed himself with a bailiff's club to safeguard his child from the stray angel. തൻ്റെ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ക്ലബ്ബുമായി ആ ഏഞ്ചലിനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം കിച്ചണിലിരുന്ന് ഏഞ്ചലിനെ തന്നെ ഇങ്ങനെ നിരീക്ഷിക്കുന്നതായിട്ട് പാഠഭാഗത്ത് പറയുന്നുണ്ട്. What made the couple suddenly decide to treat the man with some kindness? അതുവരെ തോന്നാത്ത ഒരു മഹാമനസ്കത ആ വൃദ്ധനോട് ആ കപ്പിൾസിന് തോന്നാൻ കാരണമെന്ത്? പെലായോ ആൻഡ് എലിസൻഡാസ് ചൈൽഡ് who is sick with fever improves with angel's presence, making them feel magnanimous. പനിച്ച് ക്ഷീണിച്ച് കിടന്ന മകൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടതിന് കാരണം ഏഞ്ചലിൻ്റെ പ്രസൻസ് ആവാം എന്ന് കരുതിയാണ് അവർക്ക് അദ്ദേഹത്തോടൊരു ദയവ് തോന്നിയത്. മാഗ്നാനിമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനറസ്, കൈൻഡ് എന്നാണ്. Why does Pelayo lock the old man in the chicken coop? എന്തിനാണ് പെലായോ ആ വൃദ്ധനെ കോഴിക്കൂട്ടിൽ പൂട്ടിയിട്ടത്? He locked the old man in the chicken coop after knowing that he was an angel who came for their child. പെലായോയുടെ കുട്ടിക്ക് വേണ്ടിയാണ് ആ ഏഞ്ചൽ വന്നിരിക്കുന്നതെന്ന് അയൽക്കാരിയായ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം കൊണ്ടാവാം ചിക്കൻ കൂപ്പിലേക്ക് ഓൾഡ് മാനെ പൂട്ടിയിട്ടത്. ഓൾഡ് മാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ആ സന്ദർഭത്തിൽ ഇവർക്ക് അറിയില്ല. കുട്ടിയെ ഹീല് ചെയ്യാനാണോ, കുട്ടിയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടാണോ, അതോ കുട്ടിക്ക് അസുഖമായതുകൊണ്ട് കുട്ടിയുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണോ വന്നത് എന്ന് അവർ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പൂട്ടിയിട്ടത്. Why do the people treat the old man like a circus animal? ഒരു സർക്കസ് ആനിമലിനെ പോലെ ആ വൃദ്ധനെ ആളുകൾ ട്രീറ്റ് ചെയ്യാൻ കാരണം എന്ത്? The old man with wings is treated by the people like a circus animal because they regard him as a spectacle to be observed and used for entertainment. Their focus is solely on his appearance, not his well-being. ആളുകളെയൊക്കെ സംബന്ധിച്ച് ചിറകുള്ള മനുഷ്യനെന്നത് കാണാനും രസിക്കാനും മാത്രമായ ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപം മാത്രമേ അവർ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ആരും അദ്ദേഹത്തിന് സുഖമാണോ എന്ന് തിരക്കുന്നുണ്ടായിരുന്നില്ല. Do you think Elisenda is shrewd and clever? Why? എലിസൻഡ സമർത്ഥയും ബുദ്ധിശാലിയുമായ ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ട്? Yes, Elisenda can be seen as shrewd and clever, primarily because she is practical and quick to grasp the financial implications of the situation with the old man with wings. She initiates charging admission to see him. തീർച്ചയായും എലിസൻഡ സമർത്ഥയാണ്, ബുദ്ധിമതിയുമാണ്. വൃദ്ധനായ ആ മനുഷ്യനെ തങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിക്കാമെന്ന് ഉള്ള നിർദ്ദേശം അവളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആളുകളിൽ നിന്ന് ഒരു നിശ്ചിത തുക ഈടാക്കാൻ ആരംഭിക്കുന്നതും എലിസൻഡ തന്നെയാണ്. His only supernatural virtue seemed to be patience. Why does the author say so? അദ്ദേഹത്തിന് അമാനുഷികമെന്ന് ആകെ പറയാനുള്ളത് ക്ഷമയാണ്. എന്തുകൊണ്ടാണ് കഥാകൃത്ത് ഇങ്ങനെ പറയുന്നത്? He was quite patient when the hens pecked at him, when the cripples pulled out his feathers, and even when the most merciful threw stones at him. കോഴികൾ തൻ്റെ ചിറകുകൾക്കിടയിൽ കുത്തിപ്പെറുക്കിയപ്പോഴും ക്രിപ്പിൾസായിട്ടുള്ള ആളുകൾ തൻ്റെ തൂവലുകൾ പറിച്ചെടുത്തപ്പോഴും ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ആയുള്ള ആളുകൾ തൻ്റെ നേരെ കല്ലെറിഞ്ഞപ്പോഴുമൊക്കെ അദ്ദേഹം അതെല്ലാം ക്ഷമിക്കുകയാണ് ഉണ്ടായത്. This statement shows that the old man's supernatural qualities are human, while the humans themselves have turned inhumane. അമാനുഷികമായൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് കഴിവുകൾ ഏറെ ഉണ്ടാവാനാണ് സാധ്യത. എന്നാൽ മനുഷ്യരിൽ വേണ്ടതായ, ഇന്ന് മനുഷ്യരിൽ കാണാനില്ലാത്ത ക്ഷമ എന്ന ഘടകം ഒരു അമാനുഷികമായ കഴിവായി വേണം പരിഗണിക്കാനെന്ന് കഥാകൃത്തിവിടെ കളിയാക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. Why do more people flock to see the woman rather than the old man? എന്തുകൊണ്ടാണ് ആളുകൾ ഓൾഡ് മാനെ വിട്ട് നഗരത്തിൽ പുതുതായി വന്ന സ്ത്രീയുടെ കഴിവുകൾ കാണാനായി തിക്കിത്തിരക്കിയത്? The people forget about the old man and focus their attention on Spider Woman. Unlike the old man, who rarely speaks or moves, she is always willing to share her story in understandable language. ആളുകൾ ക്രമേണ ഓൾഡ് മാനെ മറക്കുകയും നഗരത്തിലെ പുതിയ ആകർഷണമായ ചിലന്തിയായി രൂപം മാറാൻ കഴിയുന്ന സ്ത്രീയുടെ പരിപാടി കാണാൻ തിരക്ക് കൂട്ടുകയും ചെയ്തു. ഓൾഡ് മാൻ ആകട്ടെ ഒരിടത്ത് കൂനിക്കൂടി ഇരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ സ്ത്രീയുമായി സംസാരിക്കുവാനുള്ള അവസരം അവളെ കാണാൻ ചെല്ലുന്ന, അവളുടെ പരിപാടി കാണാൻ ചെല്ലുന്ന കാണികൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ സ്ത്രീയുടെ പരിപാടി കാണാനായി പോയത്. Why is the doctor surprised by the logic of the wings? ചിറകുകളുടെ പിന്നിലുള്ള ലോജിക്കിനെ പറ്റി ഡോക്ടർ അത്ഭുതപ്പെടാനുള്ള കാരണമെന്ത്? The wings looked like they were completely natural on that human organism.
and the doctor was confused as to why other people didn't have them too. ആ ഓൾഡ് മാൻ്റെ ശരീരത്തിൽ സ്വയമേ മുളച്ചവയാണ് ചിറകുകൾ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടവ മറ്റു മനുഷ്യരിൽ കാണുന്നില്ല എന്നതാലോചിച്ചാണ് ഡോക്ടറിന് അത്ഭുതം തോന്നിയത്. Why does Elisenda let out a sigh of relief? ആശ്വാസത്തോടെയുള്ളൊരു ദീർഘനിശ്വാസം എലിസണ്ടയിൽ നിന്ന് പുറത്തു വന്നതിന് കാരണം എന്ത്? The phrase a sigh of relief for herself and for him highlights Elisenda's dual perspective. While she feels some empathy for the old man's plight, her primary focus is on the relief of being free from the annoyance he represents in her life. ഇവിടെ എ സൈ ഓഫ് റിലീഫ് ഫോർ ഹേർസെൽഫ് ആൻഡ് ഫോർ ഹിം എന്നതിലൂടെ ആ വൃദ്ധൻ്റെ അവസ്ഥയിൽ അവൾക്കൊരു സഹാനുഭൂതി തോന്നിയിരുന്നു. എന്നാൽ അതിലുപരിയായി ഇനി ഒരിക്കലും ഒരു ശല്യമായി തൻ്റെ ജീവിതത്തിൽ അയാൾ ഉണ്ടാവില്ല എന്ന ചിന്തയിൽ നിന്നുമാണ് അവളിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉയർന്നത്.